എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ പീസ് കറി. ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഗ്രീൻ പീസാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കാം. 3 ക്യാരറ്റ്, ഒരു 4-5 ബീൻസ്, ഒരു സവാള, ഇതെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. പൊട്ടറ്റോ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. കുതിർത്തെടുത്ത ഗ്രീൻ പീസും കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർത്ത് അടച്ച് വേവിക്കാം. ഒരു 4 വിസിൽ കേട്ടാൽ മതിയാവും. പ്രഷറൊക്കെ പോയി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ടു, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത്, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത്, ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വേവിച്ച ഗ്രീൻ പീസും കൂടി ചേർത്ത് എടുക്കാം. അരമുറി തേങ്ങയുടെ കുറുകിയ പാലാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.